മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കെണിയിൽ നിന്നും മഹാലക്ഷ്മി കഷ്ടിച്ച് രക്ഷപ്പെടുകയും പിന്നീട് മേഘനാഥനാവട്ടെ താൻ വീണുപോയി എന്നുള്ള വാർത്ത പറയാനായിട്ട് കണ്ണനെ വിളിക്കുന്നുണ്ട്. കണ്ണനാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണ്. എന്തായാലും കണ്ണൻ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. മാത്രമല്ല മഹാലക്ഷ്മി പടി ഇറങ്ങിപ്പോയതിൻ്റെ സന്തോഷം ആഘോഷിക്കാനായിട്ട് പ്രതാപനും മുത്തശ്ശിയും കരുണയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കമലേശ്വരത്തിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. മോഹിനിയോട് അഹങ്കാരമൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. നിന്റെ മകളുണ്ടല്ലോ, ആ അവിഹിത സന്നദ്ധിയെയും ചുമന്നുകൊണ്ട് നടക്കുന്നവൾ പുറത്തേക്ക് പോയതല്ലേ, എൻ്റെ മോളാണിപ്പോൾ അവിടുത്തെ റാണി, അവളെ കാണാൻ പോകുമ്പോഴേ ഇതുപോലത്തെ കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ട് വേണം പോകാൻ എന്നൊക്കെ പറയുമ്പോൾ പോയിക്കോളാൻ എന്നുള്ള ഭാവത്തിൽ മോഹിനിയും നിൽക്കുന്നുണ്ട്. പിന്നീട് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് കരുണയാണെങ്കിൽ സന്തോഷത്തോട് കൂടിയിട്ട് അവരെ വരവേൽക്കുകയാണ്. ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, എവിടെ ഇവിടുത്തെ മഹാരാജാവ്, അവനെ കൂടി ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്, ഈ പലഹാരങ്ങളിൽ കുറച്ച് അവനും കൂടി കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറയണം. അത് പിന്നെ പറയാനുണ്ടോ, അവനെ നോക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരാൾ ഇവിടെ ഉണ്ടെന്നിങ്ങനെ പറയുകയാണ്. ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് അവിടേക്ക് നമ്മുടെ സ്വാതി വരുന്നത്. സ്വാതിയാണെങ്കിൽ കണ്ണനെ സ്വാധീനിക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. അവൻ്റെ അനുവാദമില്ലാതെ ദേഹത്ത് പോയി തൊടുന്നു, അതുപോലെ ഉഴിഞ്ഞു കൊടുക്കുന്നു, തടവി കൊടുക്കുന്നു. അതും തന്നെ കണ്ണന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും സ്വാതിയോട് മുത്തശ്ശിയും പ്രതാപനും പറയുന്നുണ്ട്, മുറുക്ക പിടിച്ചോളണം, ഇനി പുറത്തു നിന്നൊരു മഹാലക്ഷ്മി വരരുത് കേട്ടല്ലോ, അതുകൊണ്ട് നീ ആയിരിക്കണം ഇനി അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റു അങ്കളെ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് സ്വാതിയാണെങ്കിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് പ്രതാപനും മുത്തശ്ശിയും ചേർന്നിട്ട് കണ്ണനെ കാണാനായിട്ട് മുകളിലേക്ക് പോവുകയാണ്. ഈ സമയം കണ്ണനാവട്ടെ ഓരോ റെക്കോർഡ്സും ഫയൽസൊക്കെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് ചെല്ലുമ്പോൾ കണ്ണനാണെങ്കിൽ ഇവരെ കാണുന്നുണ്ട്. ഇനി എന്തായാലും പഴയ ശത്രുത കാണിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോൾ വന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ മോനെ കാണാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്തായാലും അവൾ ചെയ്തത് വലിയ ചതിയായി പോയി മോനെ എന്നൊക്കെ പറയണം. സാരല്ല, ചതി എൻ്റെ ജീവിതത്തിൽ പുതുമയൊന്നല്ല, എനിക്ക് ചുറ്റിലും നിൽക്കുന്നവർ എന്നെ എപ്പോഴും ചതിച്ചിട്ടേ ഉള്ളൂ, സ്വത്തിന് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടും. അതുകൊണ്ട് എനിക്കിതൊരു പുതുമയായിട്ട് തോന്നുന്നില്ല. അവളുടെ പാടിന് പോയിക്കോട്ടെ. ഇനിയിപ്പോൾ മഹിയെ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ, ക്ഷണിക്കരുത് മോനെ, ഞങ്ങളെല്ലാവരും ചെയ്തൊരു തെറ്റാണ് നിന്നെ അവളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. അവസാനം അവൾ ഇങ്ങനെ ചതി ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല. അല്ലെങ്കിലും പണ്ട് മുതലേ അവൾ അങ്ങനെ തന്നെയായിരുന്നു, വഴിവിട്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ കണ്ണനാണെങ്കിൽ പിടിച്ചു നിർത്തുകയാണ് തൻ്റെ ഒരു ദേഷ്യമൊക്കെ തന്നെ. എന്തായാലും എത്രത്തോളം അവർ പോകുമെന്ന് നോക്കാനായിട്ട് കണ്ണനൊന്നും മിണ്ടുന്നില്ല. പിന്നെ മുത്തശ്ശി മോൻക്ക് വേണ്ടിയിട്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പഴയതുപോലെയൊന്നും ആയിരിക്കില്ല മുത്തശ്ശി നിന്നോട് പെരുമാറുക, മുത്തശ്ശിക്ക് ഒരു ദേഷ്യമില്ല, സന്തോഷം സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കണ്ണനാണെങ്കിൽ അതൊക്കെ തന്നെ തലയാട്ടി കേൾക്കുകയാണ്. പെട്ടെന്നാണ് മഹാലക്ഷ്മിയുടെ കോള് കണ്ണൻ്റെ ഫോണിലേക്ക് വരുന്നത്. കണ്ണൻ അത് മറയ്ക്കാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ കടന്ന് പരുങ്ങുന്നുണ്ട്. പെട്ടെന്നാണ് പ്രതാപൻ ആരാ മോനെ ഫോൺ എടുക്കുമെന്ന് പറയുന്നത്. അങ്ങനെ പ്രതാപനാണെങ്കിൽ സ്ക്രീനിൽ തെളിയുന്ന ആ ഒരു പേര് കാണുന്നുണ്ട്, മഹാലക്ഷ്മി. ഇത് കാണുമ്പോൾ തന്നെ പ്രതാപൻ ചോദിക്കുന്നുണ്ട്, ഇവളെന്തിനാ മോനെ നിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്, നിനക്ക് അവളുടെ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വെച്ചുകൂടായിരുന്നില്ലേ, എന്തിനാ ആ അവിഹിത സന്തതിയെ ചുമന്നുകൊണ്ട് നടക്കുന്നവൾ നിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്, ദേ ഈ പ്രശ്നം ഞാൻ ഇപ്പം തന്നെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചിട്ട് പ്രതാപൻ എടുക്കുകയാണ്. എടി നിനക്ക് മതിയായില്ലേ എടി, നീ എന്തിനാടി കണ്ണൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അലറി വിളിക്കുകയാണ്. മഹിയാണെങ്കിൽ ആകെ പേടിച്ചു പോകുന്നു, ആരാണെന്നറിയാതെ. എന്തായാലും അവസാനം അവൾക്ക് മനസ്സിലാവുന്നുണ്ട് പ്രതാപനാണെന്ന്. മഹി ലോൺ സ്പീക്കർ ഇടുന്നുണ്ട്. ലേഖയും അനന്തവും ഒക്കെ തന്നെ അത് കേൾക്കുന്നു. ദേ ഇനി മേലൽ ഞങ്ങളുടെ കണ്ണമോനെ ശല്യം ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വിളിച്ചാലുണ്ടല്ലോ, മര്യാദയ്ക്ക് കണ്ണൻ്റെ നമ്പർ അടക്കം ഡിലീറ്റ് ചെയ്ത് നിന്റെ പാട് നോക്കി പോകുന്നതായിരിക്കും നല്ലത്. അറിയാൻ വേണ്ടി വീണ്ടും അവൻ്റെ കാല് പിടിച്ച് ആ സന്തതിയെ ഇവൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള പ്ലാനിങ് അല്ലേ, കണ്ണന് കുറച്ച് മനസാക്ഷിയായി പോയി, അതുകൊണ്ട് മാത്രമാണ് നിന്റെ നമ്പർ ഇതുവരെയും ഡിലീറ്റ് ചെയ്ത് കളയാത്തത്. ദേ മര്യാദയ്ക്ക് നീ ഫോൺ വെച്ചോ, അല്ലെങ്കിൽ എന്നെ അറിയാലോ, ഞാനേ പണ്ടത്തെ പ്രതാപൻ അങ്ങോട്ടാവും, ഇനി നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മിയാണെങ്കിൽ അവരുടെ ആ ഒരു വീമ്പ് വർഷലൊക്കെ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റ് നിവൃത്തിയില്ല, കുഞ്ഞിനെ ആലോചിച്ചുകൊണ്ട് മാത്രമാണ് അവൾ ഇതൊക്കെ തന്നെ സഹിക്കുന്നത്. എന്തായാലും മഹി ഫോൺ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണന് ഫോൺ കൊടുത്തുകൊണ്ട് പ്രതാപം പറയുകയാണ്, ഇനി അവൾ ഒരിക്കലും വിളിക്കാൻ ചാൻസ് ഇല്ല, അതുപോലെയാണല്ലോ ഞാൻ സംസാരിച്ചത്, പിന്നെ അവൾ നമ്പറൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്ക്, എത്രയും പെട്ടെന്ന് സ്വത്തുക്കളൊക്കെ തന്നെ തിരിച്ചു വാങ്ങണേ, അല്ലെങ്കിൽ മോനെ അറിയാലോ അവളെ സൂത്രക്കാരിയാണ്, മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടക്കുന്നവൾക്ക് എല്ലാം സ്വന്തമാക്കാൻ അത്ര നേരമൊന്നും വേണ്ട കേട്ടല്ലോ. ഇത് കേട്ട് പ്രതാപനോട് കണ്ണൻ പറയുന്നുണ്ട്, ശരിയങ്ങളെ അങ്ങനെ തന്നെ ചെയ്യാമെന്നൊക്കെ. എന്തായാലും ഞങ്ങൾ പൊക്കോട്ടെ, മോളെ കൂടി കാണാൻ വേണ്ടിയിട്ട് വന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കണ്ണനാവട്ടെ മഹിയെ വിളിക്കുകയാണ്. താനിതൊന്നും കേട്ട് വിഷമിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്ത് വിഷമം കണ്ണേട്ടാ, അമ്മയെ കാണാൻ വേണ്ടി പോയപ്പോഴും ഇവരിങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിച്ചത്, അതൊന്നും സാരമല്ല, കണ്ണേട്ടൻ സംശയത്തോട് കൂടിയിട്ട് അവരോട് പെരുമാറി ഇരുന്നാൽ മതി, അവരെന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ,
എന്തായാലും ആഘോഷമാക്കാനായിട്ട് എത്തിയതായിരിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ പലഹാരമൊക്കെ ആയിട്ട് എത്തിയിരിക്കുന്നത്. എന്തായാലും താൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ ഫോൺ വെക്കുന്നുണ്ട്. പിന്നീട് ലേഖയും അനന്തവും മഹിയും കൂടി സംസാരിക്കുകയാണ്. അവർ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് എന്തെങ്കിലും ഒന്ന് തിരിച്ച് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തിനാ വെറുതെ, അവർ പറയട്ടെടോ, അവസാനം കൊണ്ട് നമ്മൾ തന്നെയല്ലേ ജയിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കുഞ്ഞൊന്ന് ഭൂമി കാണട്ടെ, അതിനുശേഷം എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. എല്ലാവർക്കുമുള്ള തിരിച്ചടി തന്നെയായിരിക്കും അത്. അങ്ങനെ മഹിയാണെങ്കിൽ സ്വയം സമാധാനിക്കുകയാണ്. പിന്നീട് താഴേക്ക് പ്രതാപനും മുത്തശ്ശിയും ഇറങ്ങി വരുമ്പോൾ ദുർഗയും കരുണയൊക്കെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു, അവനെ ബ്രെയിൻ വാഷ് ചെയ്തെടുത്തോ? ബ്രെയിൻ വാഷ് ചെയ്യുക മാത്രമല്ല, അവൾ വിളിച്ചിരുന്നു, അവൾ വിളിച്ചിട്ടേ അവൾ ഇനി വിളിക്കാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവൾ എന്തിനാ വീണ്ടും വീണ്ടും വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ദുർഗയും കരുണയും സ്വാതിയൊക്കെ തന്നെ ചോദിക്കുന്നു. അവൾ വെറുതെ വിളിക്കും, പക്ഷേ മോളെ നീ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകണം കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പ്രതാപനാണെങ്കിൽ സ്വാതിയെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാം നാളത്തേക്ക് ഇതിന് എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.